കുറെ കാലത്തിന് ശേഷം കാണാൻ കിട്ടിയൊരു മുതലാണ്. അപ്പൊ എല്ലാരും ഷെയർ ഇടി. എണ്ണ അടിക്കണ്ടേ? ഞാൻ 200 ഇട്ടോ. മുസിൽ എത്ര? 200 വെച്ചു. സാരി 50 ഇട്ടോ. വീഡിയോ എടുക്കണോ? സ്വാഭാവികം. അപ്പൊ നമുക്ക് പോകാം വീഡിയോ. കടുക്ക ഫ്രൈ കഴിക്കാൻ വേണ്ടി 102 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ പിടിച്ച എങ്ങനെ സാരിയെ പിടിക്കണേ? ഒന്നുകൂടി പിടിച്ചാ എങ്ങനെ ഞാൻ കൊറേ സമയത്തിന് ശേഷം ഒന്ന് കൈയിട്ടതിൽ വായി ഒറ്റക്ക് തിന്നാണോ? എന്തോ എങ്ങനെ ഇവിടെ ആരും ഒന്നും തന്നില്ല. ഒന്നും ഇല്ലാത്തടത്തൊന്നും വന്നതൊന്നുമല്ല. 4 നേരം അന്തസ്സായിട്ട് ആഹാരം കഴിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഈ പള്ളിക്കാരുടെ നിർണ്ണയം വന്ന് കിടക്കുന്നത്. ഇവിടെ ഒന്നും കിട്ടിയില്ല. അതിനകത്ത് ഇട്ടിരിക്കുന്ന കഴിക്കേ. ഞാൻ തമാശ അറിയുന്നു. ചായ പൊറോട്ടയും ബീഫും പിന്നെ 5 ചായയും പുതിയൊരു ടേബിൾ. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിൽ നിന്ന്. അയ്യോ, ഭയങ്കരം തന്നെ. 20 കൊല്ലം കൂടുമ്പോ നാട്ടിൽ കയറി ചെയ്യാം. 3 കൊല്ലം കൂടുമ്പോ ആക്കി തരാം. ഇങ്ങനെ ഇരിക്കണേ. പെട്ടെന്ന് എടുത്താ അപ്പുറത്തെ ടേബിളിൽ എടുക്കും. പെട്ടെന്ന് എടുത്താ അപ്പുറത്തെ ടേബിളിൽ എടുക്കും. അപ്പുറത്തെ കടി പൈസ ചായ ഒന്നും കിട്ടിയില്ല. മതി ഇവിടെ ചായ കൊടുത്താൽ മതി. നല്ല ബുദ്ധിയാണ്. ചായക്ക് എന്തിനാ വാടക അറിയോ? 1 കോടി രൂപ. ചായക്ക് അപ്പൊ ഞങ്ങളെല്ലാവരും കടുക്ക ഫ്രൈ തിന്നാൻ വന്നു. കടുക്ക ഫ്രൈയും ബീഫ് ഫ്രൈ ആയില്ല. ബീഫ് ഫ്രൈ ആണ് ഏറ്റവും കൂടുതൽ പോയത്. കടുക്കിലേറെ ബീഫാണ് ഏറ്റവും കൂടുതൽ ചെലവായിട്ടുള്ളത്. പക്ഷേ രസമുണ്ട്, സംഗതി കൊള്ളാം. അവിടെ പോയി ചാടിച്ചാലോ? അക്കിയത് അവിടെ നിന്ന് കൊടി പെടുന്നു. അതെ, ചെറിയൊരു അബദ്ധം പറ്റി. ഇത്ര നേരം പറഞ്ഞൊന്നും വീഡിയോ കുടുങ്ങിയിട്ടില്ല. എനിക്ക് നടുവിലിരിക്കണം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്